ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചിലപ്പോൾ വ്യക്തികളാകാം, കുടുംബങ്ങളാകാം, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോ ഒരു സമൂഹമോ ആയിരിക്കാം. എന്നാൽ അതിനു പിന്നിലുള്ള അന്ധകാര ശക്തികളെ നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 16-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, പൗലോസിനെയും സംഘത്തെയും ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു പെൺകുട്ടി അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുറേ ദിവസം അത് മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ അസഹ്യപ്പെടുത്തൽ കൂടുതലായി വന്നപ്പോൾ പൗലോസ് ആ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞ് പറയുന്നത് ഇപ്രകാരമാണ്: അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിലാണ് നാം ഇത് വായിക്കുന്നത്. അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന്. തൽക്ഷണം ആ ദുഷ്ടാരൂപി ആ പെൺകുട്ടിയെ വിട്ടുപോവുകയും അവൾ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നാം ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തുടർന്ന് വായിക്കുന്നുണ്ട് 16-ാമത്തെ അധ്യായത്തിൽ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അതിൻ്റെ പിന്നാമ്പറങ്ങളിൽ വലിയ ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയുമൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ വേദനയുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക് ഒരുപക്ഷെ വിചാരിക്കുന്നത് ഇപ്രകാരമായിരിക്കാം: എൻ്റെ കുടുംബമായിരിക്കാം, എൻ്റെ ജീവിത പങ്കാളിയായിരിക്കാം, എൻ്റെ സുഹൃത്തായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിന് പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തി, ആ സമൂഹം അങ്ങനെ നമ്മളോട് ഈ രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതിൻ്റെ പിന്നിലെ അന്ധകാര ശക്തികളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുന്ദരമായി നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണം വലിയ സന്തോഷത്തിലായിരിക്കും. വർഷങ്ങളായിട്ട് വഴക്കടിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. എനിക്ക് പറ്റിയ ജീവിത പങ്കാളിയല്ല എനിക്ക് ലഭിച്ചത്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് മാനുഷികമായി തന്നെ മനുഷ്യരോട് പോരാടിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ഇന്ന് ധാരാളമാണ്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയിലൂടെ അന്ധകാര ശക്തികളെ നമുക്ക് നിർവീര്യമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ അന്ധകാര ശക്തികളെ നിർവീര്യമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, ഒരു പിശാചുബാധിതനെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ പറയുന്ന ഒരു രംഗമാണ് ഇവിടെ നാം കേൾക്കുന്നത്, വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ മാത്രമേ നമ്മുടെ മുൻപിലുള്ള ചില ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ റീത്ത പുണ്യവതിയുടെ ജീവിതം നമുക്ക് അറിയാം. ഏകദേശം 16.5 വർഷം ജീവിത പങ്കാളിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ച ഒരു പുണ്യവതി. 16.5 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ ജീവിത പങ്കാളിയെ, പൗലോ മൻസീനിയെ വീണ്ടെടുക്കുവാനായിട്ട് ആ പുണ്യവതിക്ക് സാധിച്ചു എന്നുള്ളതാണ്. നിരന്തരമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഈ പുണ്യവതിക്ക് സാധിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇവിടെ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ഏതാനും ദിവസം, മാസങ്ങൾ, വർഷങ്ങൾ
2-3 വർഷമൊക്കെ മാക്സിമം പിടിച്ചു നിൽക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി ഇത്രയും വർഷം ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത് എന്താണ്? കാരണം എന്താ? എന്നെങ്കിലും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ആഴമായ ബോധ്യമാണ് ഈ റീത്തയെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചത്. അവസാനം റീത്ത വിശുദ്ധ റീത്തയായിട്ട് മാറുന്നത്. പിന്നീട് ഏകദേശം 16 വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏകദേശം 2 വർഷം സന്തോഷമായിട്ട് ഇവർക്ക് ജീവിക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഈ ജീവിത പങ്കാളി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, വലിയൊരു മാനസാന്തരം, വലിയൊരു അടിമത്തം അത് കാണുവാൻ സാധിച്ചു, പ്രാർത്ഥിക്കുവാൻ സാധിച്ചു, പ്രാർത്ഥനയിലൂടെ തന്നെ നേരിടുവാനായിട്ട് സാധിച്ചു. ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ചില മാറ്റങ്ങൾ നമ്മിലും വരുന്നുണ്ട്. ഇതുപോലുള്ള വ്യക്തികളെ ഒന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല. ആ വ്യക്തികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താ? ഇങ്ങനെയുള്ള വ്യക്തികളോട് ഒരു അനുകമ്പ കാണിക്കാനായിട്ട്, ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാനായിട്ട്, അവരോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ഒക്കെ നമ്മൾ തയ്യാറാകുന്നു. പതുക്കെ പതുക്കെ നാം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആധുനിക കാലത്തെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നു. ആദ്യം തന്നെ യുദ്ധതന്ത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ ആയുധ സംഭരണശാലകൾ എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ബോംബിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പാലങ്ങൾ, എയർപോർട്ട്, ഷിപ്പ് യാർഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആദ്യം ബോംബ് വർഷിച്ച് നശിപ്പിച്ച് പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ ആക്കി തീർത്തതിന് ശേഷമാണ് മറ്റു പല കാര്യങ്ങളിലേക്കും കരയുദ്ധങ്ങളിലേക്കൊക്കെ പോവുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു ശക്തിയുണ്ട്. പൈശാചിക മേഖല അല്ലെങ്കിൽ ഒരു ഭയങ്കര പാപത്തിൻ്റെതായിട്ടുള്ള ബന്ധന മേഖലകൾ, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം ആർജിച്ചെടുത്ത ചില തഴക്ക ദോഷങ്ങൾ, അടിമത്തങ്ങൾ, അവയൊക്കെയാണ് പലതരത്തിലുള്ള ദുഃഖങ്ങളിലേക്കും തീരാ നൊമ്പരങ്ങളിലേക്കുമൊക്കെ നമ്മളെ നയിക്കുന്നത്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതങ്ങളിൽ ഇതുപോലെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അപ്പനും അമ്മയും 3 മക്കളും അടങ്ങിയ ഒരു കുടുംബം. അപ്പൻ വിദേശ രാജ്യത്ത് ചെറിയൊരു ജോലിയാണ്, അത്യാവശ്യം കുടുംബം പുലർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി. അമ്മ നാട്ടിൽ തന്നെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. 3 മക്കളുണ്ട് ഇവർക്ക്. എല്ലാവരും മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ മക്കളെ ഇവർ 2 പേരും വളർത്തുന്നത്. കൂടുതൽ പ്രാർത്ഥന ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരാനും, പ്രാർത്ഥിപ്പിക്കാൻ പഠിക്കാനും, വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനൊക്കെ ഇവരെ സഹായിക്കാറുണ്ട് ഇവരുടെ മാതാപിതാക്കൾ. എന്നാൽ 12-13 വയസ്സ് കഴിയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പോഴത്തെ കുഞ്ഞു മക്കളെ ഒന്ന് മാനേജ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവരുടേതായ ലോകം, അവരുടേതായ പ്രവർത്തനങ്ങൾ, അതിലേക്കൊക്കെ അവർ പോകാറുണ്ട്. ഇങ്ങനെ പോകുന്ന അവസരങ്ങളിൽ ഈ സഹോദരിയുടെ മൂത്ത മകൾ തെറ്റായ ബന്ധങ്ങളിലേക്ക് ചരിക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര വേദനയായി, ബുദ്ധിമുട്ടായി. പല പ്രാവശ്യം വിദേശ രാജ്യത്തു നിന്ന് ഈ ജീവിത പങ്കാളി വരികയും ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും അങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. കുറേ കഴിഞ്ഞപ്പം വീണ്ടും ഈ ഒരു അവസ്ഥ വീണ്ടും വരുന്നു. അങ്ങനെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. രണ്ടാമത്തെ മകനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അവൻ കോളേജിലൊക്കെ ചേർന്നു. കേരളത്തിൽ പഠിക്കുന്ന കാലത്ത് നല്ല മിടുക്കനായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു, മ്യൂസീഷ്യനായിരുന്നു. എന്നാൽ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാനായിട്ട് പോയപ്പം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവനും പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടേണ്ട അവസ്ഥ വന്നു. കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചു. നിൽക്കക്കളിയില്ലാതെ അവൻ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അവസാനം അവൻ്റെ നിയന്ത്രണം തന്നെ അവന് നഷ്ടമായി. പിന്നെ അവൻ സെമസ്റ്റർ ബ്രേക്ക് ചെയ്ത് പോലും പഠിക്കേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് മറ്റു 2 പേരെ പോലെയും
ബുദ്ധിവികാസമൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഒരു ആവറേജ്, ബിലോ ആവറേജ്. പക്ഷേ അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് പഠിച്ച് അമ്മയോടൊപ്പം നിന്ന് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ. ഈ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, ഈ 3 മക്കളും ഇതുപോലുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ തെറാപ്പിയൊക്കെ ചെയ്യുവാനായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു. തെറാപ്പിയിലൂടെയൊക്കെ ആദ്യത്തെ 2 മക്കളും കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ജപമാല എന്ന് പറയുന്നത് വലിയൊരു ഉപകരണമാണ് എന്ന് എനിക്കറിയാം. പൈശാചിക ശക്തികളെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് ജപമാല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. മൂത്ത മകൾക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ രഹസ്യം, ആ 5 രഹസ്യവും എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. 2ാമത്തെ മകന് വേണ്ടി, 3ാമത്തെ ആൾക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സന്തോഷത്തിൻ്റെ രഹസ്യം, ദുഃഖത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം. ഈ സഹോദരി കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട്. അച്ചോ, ആദ്യത്തെ 4-5 ദിവസങ്ങളൊക്കെ ആ ഒരു എടുത്ത പ്രതിജ്ഞ, തീഷ്ണത നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ തോന്നി. പിന്നെ മാസങ്ങളും വർഷങ്ങളും മുമ്പോട്ട് കടന്നുപോയി. ചില സാഹചര്യങ്ങളിലൊക്കെ വീണ്ടും അടിക്കടി പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സംശയങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഞാനെന്തിനാ ഇത്രമാത്രം കഷ്ടപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നത്? കാരണം ഓഫീസ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവസാനം ഉറങ്ങുന്നതിന് മുൻപ് ചിലപ്പോൾ ഉറക്കം തൂങ്ങി പോകുന്ന സാഹചര്യങ്ങളിൽ ശാരീരികമായ ക്ഷീണം മൂലം ആ അമ്മ ഈ പ്രാർത്ഥന നിർത്തിയില്ല. മുട്ടുകുത്തിയും കൈ വിരിച്ചു പിടിച്ചും ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഈ 3 മക്കൾക്ക് വേണ്ടിയിട്ടും. ഈ അമ്മ പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അച്ചോ, വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം 8 വർഷം ഞാൻ മൂത്തയാൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. 2ാമത്തെ ആൾക്ക് വേണ്ടി 6.5 വർഷം, 3ാമത്തെ ആൾക്ക് വേണ്ടി 5.5 വർഷം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അച്ചോ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ആ ജപമാലയുടെ ശക്തിയെക്കുറിച്ച്. എൻ്റെ 3 മക്കളും വിദേശ രാജ്യത്താണ്. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയെ ലഭിച്ചു. അവർക്ക് 3 പേർക്കും ജോലിയുണ്ട്, കുഞ്ഞുമക്കളുമുണ്ട്. അച്ചോ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. തിന്മയുടെ ശക്തിയെ നേരിടുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ത്യാഗത്തോടെ പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ദൈവിക സംവിധാനങ്ങളായിട്ടുള്ള തെറാപ്പികളും കൗൺസിലിങ്ങും എല്ലാം ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അച്ചോ, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്. പഴയതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അത്രമാത്രം എനിക്കിപ്പോൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുകയാണ് തുടർച്ചയായിട്ട്. ഈശോയെ, അവരെ രക്ഷിക്കണമേ, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുകയാണ്, അവരെ കാത്തുകൊള്ളണമേ എന്ന്. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. കാരണം അവരൊക്കെ ജീവിതത്തിൻ്റെ ഒരു നിലയിൽ എത്തിയല്ലോ. പിന്നെ ഈ അമ്മയുടെ വിശ്വാസവും ഈ പ്രാർത്ഥനയുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സഹോദരി കൂട്ടിച്ചേർത്തു, അവരും ഇതുപോലെ കുറേശ്ശെ പ്രാർത്ഥിക്കുവാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 25-30 മിനിറ്റ് കുടുംബത്തോട് ഒപ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആ മക്കളും തയ്യാറാകുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ തുടർച്ചയായിട്ട് വന്നു കഴിയുമ്പോൾ ഈ സഹോദരിയെപ്പോലെ അല്ലെങ്കിൽ റീത്ത പുണ്യവതിയെ പോലെയൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്ന വ്യക്തികൾക്കാണ് ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് പൈശാചിക ശക്തികളെ, അവരുടെ ബന്ധന മേഖലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാലോ, ഈ മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് വലിയ കൺസേണുള്ള ദിനങ്ങളാണ് ഈ കാലഘട്ടങ്ങൾ. കാരണം എന്താ? നമുക്കറിയാവുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ എല്ലാം നമുക്കറിയാം, കാരണങ്ങളെല്ലാം നമുക്കറിയാം. 1ഉം 2ഉം മക്കളൊക്കെ ഉള്ളൂ. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. പക്ഷേ അവരുടെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? കുഞ്ഞുമക്കളുടെ കൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ലിറ്ററലി ഉള്ള ഒരു യാത്രയല്ല. അവർ സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ അവരെ കേൾക്കുവാൻ, അവരോടൊപ്പം കളിക്കുവാൻ, അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളികളിൽ അവരോടൊപ്പം കളികളിൽ ഏർപ്പെടുവാനായിട്ട്
അവരോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അവരോട് ഈ രീതിയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അവരെ നേടേണ്ടതിന് അവരെ പോലെയാകുവാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഇക്കാലയളവിൽ മക്കളെ നേടിയെടുക്കണമെങ്കിൽ, അവരെ നേടണമെങ്കിൽ അവരെ പോലെ ആകുവാനായിട്ട് കുറേ സമയം നാം മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ മാത്രമാണ് അവരുടെ മനസ്സിലെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അവരേത് സുഹൃത്ബന്ധങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പണ്ടൊക്കെ ചീട്ടുകളിയും ചൂതുകളിയുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറേയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചീട്ടുകളിച്ചും ചൂതുകളിച്ചുമൊക്കെ ആൾക്കാർ സമ്പത്ത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്, വീട് പട്ടിണിയിലേക്ക് പോയിട്ടുണ്ട്, ലോൺ അടയ്ക്കാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, വീടും പറമ്പും ഒക്കെ വിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ആത്മഹത്യ ചെയ്തതായിട്ട് അങ്ങനെ അധികം കേട്ടിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പലതരത്തിലുള്ള വീഡിയോ ഗെയിമിലൂടെ മക്കൾ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഗെയിമുകളുണ്ട്. ഈ ചൂതുകളി പോലെയുള്ള, ഗാംബ്ലിംഗ് പോലുള്ള പലതരത്തിലുള്ള ഗെയിമുകളുണ്ട്. നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു സമയം നമുക്കില്ല. ഇതിലൂടെ യാത്ര ചെയ്യുമ്പം ആദ്യമൊക്കെ മനസ്സിനൊരു കുളിർമ കിട്ടും, ഡോപ്പമിനൊക്കെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും, അപ്പോൾ കൂടുതൽ സന്തോഷം കിട്ടും. പിന്നെ പുതിയ പുതിയ ഗെയിമുകളിലേക്കൊക്കെ പതുക്കെ പോവുകയാണ് ചെയ്യുന്നത്. വീണ്ടും കൂടുതൽ സന്തോഷം വേണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അവർ പലതരത്തിലുള്ള അപകടങ്ങളിലേക്കും ചെന്ന് ചാടാറുണ്ട്. നാഷണൽ ക്രൈം റിസർച്ച് റെക്കോർഡ്സ് ബ്യൂറോയുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെയും പ്രത്യേകിച്ച് യുവജനങ്ങളുടെയും എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ യുവജനങ്ങളും കുട്ടികളും വഴുതി വീണു പോവുകയാണ്. അവരിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഇത് പൈസ വെച്ചുള്ള അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വെച്ചുള്ള കളികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവർക്കിത് ലഭിക്കാതെ വന്നു കഴിയുമ്പം ചിലരൊക്കെ മാതാപിതാക്കളോട് ചോദിക്കും, വഴക്കുണ്ടാക്കിയും വാശി പിടിച്ചുമൊക്കെ മേടിക്കും. എന്നാൽ മറ്റു ചിലർ മാതാപിതാക്കൾ അറിയാതെ പണം എങ്ങനെയെങ്കിലുമൊക്കെ കവർന്നെടുക്കും. പിന്നെ കുറച്ച് പേരൊക്കെ ഇതിൻ്റെയൊക്കെ അടിമപ്പെട്ടു പോയി ഇതിനെ നേടുവാനായിട്ട് ഡ്രഗ്സിലേക്ക്, അതിൻ്റെ വിൽപ്പനയിലേക്ക്, ആ സംഘങ്ങളിലേക്കൊക്കെ പതുക്കെ ഇടപെട്ട് പണം പതുക്കെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ചില സമയത്ത് ഇവർക്ക് ഈ ഗെയിമിലൂടെ നല്ല വരുമാനം ലഭിക്കുന്നു. ചില സമയത്ത് എന്ത് ചെയ്യും? കയ്യിലുള്ളതെല്ലാം പോകുന്ന അവസ്ഥയിലേക്ക്. പിന്നെ ആരോടെങ്കിലും പറയുവാനായിട്ട് പറ്റുമോ? ഇനി ഈ ഗെയിം നിയന്ത്രിക്കുന്ന സംഘങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഭീഷണിപ്പെടുത്തുകയും പലതരത്തിലുള്ള ഭീഷണി സ്വരങ്ങളിലൂടെ ഇവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം നിൽക്കക്കളിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന യുവജനങ്ങളെക്കുറിച്ചൊക്കെ നാം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിന്മയുടെ ശക്തി എവിടെയോ ഉണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാതാപിതാക്കളൊക്കെ ഇതിനെക്കുറിച്ച് അവെയർ ആകാം, പക്ഷേ എല്ലാം ഇഷ്ടമുള്ളതുപോലെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ. പലപ്പോഴും ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ ഇവയൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ഘോരം പ്രസംഗിക്കും. പക്ഷേ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമുക്ക് വേണം. ഇതിലെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിവികാസം സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാളം തെറ്റുന്നത് എവിടെയാണ്? ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ വന്നു കഴിയുമ്പം പാളം തെറ്റുകയാണ് ചെയ്യുന്നത്. അവിടെയാ വലിയ സംഘർഷം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം 1-2 മക്കൾ കൂടി വന്നാൽ, അല്ലെങ്കിൽ 3, ആ ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇവരും ഇവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഈ ഒരു ചെറിയ ലോകത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടിക്കൊണ്ട് മക്കളെ കാണാനോ കേൾക്കാനോ തയ്യാറാകാത്ത അവസ്ഥ വന്നു കഴിയുമ്പം, അല്ലെങ്കിൽ 2-3 വയസ്സുള്ള മക്കൾക്ക് തങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് അത് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മൊബൈൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇഷ്ടംപോലെ TV ഒക്കെ ഓൺ ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പം മക്കൾ ഏത് രീതിയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളിലും
18 വയസ്സിൽ താഴെയുള്ള മക്കളിൽ അവർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആകണം. കാരണം എല്ലാം ഈസി ആയിട്ട് പോകണമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. എന്നാൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ എവിടെയാണ് വരിക? നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആരോ മരിച്ചു, ആത്മഹത്യ ചെയ്തു, ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് നാളെ അത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കണമെന്നില്ല. നമുക്കിതിനെക്കുറിച്ച് അവെയർ ആകാം. പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ശക്തികൾ ചുറ്റിലും ധാരാളമുണ്ട്. ആ ശക്തികളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിരന്തരമായിട്ട് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. മക്കളെയൊക്കെ സമർപ്പിച്ച് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അവിടെ വലിയ അഭിഷേകം ഉണ്ടാവുക, വലിയ ആശ്വാസം ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ചു, സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞു. അച്ഛനറിയാവോ, എൻ്റെ മകന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനൊരു തീരുമാനമെടുത്തു, ബൈബിൾ മുഴുവൻ വായിക്കുമെന്ന്. 2025 എടുത്ത തീരുമാനം 2026 ആയപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം അവൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞു എന്ന് ആ അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, 6ാം ക്ലാസ്സിൽ പഠിച്ചു 7ാം ക്ലാസ്സിലേക്ക് എത്തുന്ന ഒരു ബാലൻ വീണ്ടും അവൻ ഈ വർഷവും വീണ്ടും അത് വായിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. പിന്നെ റീസെൻ്റ്ലി വിവാഹം കഴിഞ്ഞ കപ്പിൾസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 1 വർഷം ആകുന്നേ ഉള്ളൂ, പക്ഷേ ഈ 1 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ വായിച്ചു എന്ന്. വ്യക്തിപരമായിട്ട് വായിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ വായിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള കുഞ്ഞുമക്കളും ഇതുപോലുള്ള യുവാക്കളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ആത്മീയ മൂല്യങ്ങൾ മനസ്സിലാക്കിയ വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെയൊക്കെ മാതൃക നമുക്ക് പ്രചോദനമായിട്ട് മാറട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തിന്മയുടെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. പല കാരണങ്ങൾ കൊണ്ട് തലവേദന ഉണ്ടാവാം. BP കൂടുന്നത് കൊണ്ട് തലവേദന ഉണ്ടാവാം. അതോടൊപ്പം തന്നെ നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടാവാം. മറ്റു പല കാരണങ്ങൾ കൊണ്ട് തലവേദന ഉണ്ടാകാം. എന്നാൽ ഇനി ഇതിൻ്റെ കാരണം എന്താണ്, റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ളൊരു മോചനം ഉണ്ടാവുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ഈ റൂട്ട് കോസ് എന്താണ്, ഈ പ്രയാസത്തിൻ്റെ ഈ പ്രതിബന്ധങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്ന്, യഥാർത്ഥ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കട്ടെ. പൈശാചിക ശക്തികളും തിന്മയുടെ ശക്തികളൊക്കെ നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, വിജ്ഞാനം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും നിറയ്ക്കണമേ. അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങൾക്ക് അടിമപ്പെടാതെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ ഈ തലമുറയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.